പിന്നീട് സിനിമയിൽ ഒന്നുമാകാതെ പോയ ഒരു പുതുമുഖ നടിക്ക് വേണ്ടിയായിരുന്നു ഭാഗ്യജോഡികളായ നടനും സംവിധായകനും വേർപിരിഞ്ഞത്. താരമൂല്യമുള്ള ഒരു നടിയോടൊപ്പമല്ലാതെ പരാജയ ചിത്രത്തിലെ പുതുമുഖ നടിയോടൊപ്പം നായകവേഷം ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് ജയറാം തുറന്നടിച്ചു പറഞ്ഞു. മേലെപ്പറമ്പിൽ ആൺവീടിന്റെ കൺട്രോളറായ വൈക്കം സ്വദേശിയായിരുന്നു കമ്മീഷൻ വ്യവസ്ഥയിൽ നടന്റെ പ്രതിഫലം ഉയർത്തിക്കൊണ്ടിരുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഹൈൻഡ് ദി സ്ക്രീൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജയറാം എന്ന നടൻ പശുക്കളെ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകന് ഈയിടെ 5 ലക്ഷം രൂപ ധനസഹായമായി നൽകിയ വാർത്ത കേട്ട് നടനെ അടുത്തറിയാവുന്നവർ ഒന്ന് ഞെട്ടി. സുരേഷ് ഗോപിയെ അനുകരിച്ച് സമൂഹ മാധ്യമത്തിൽ കയ്യടി നേടാനുള്ള തന്ത്രമായിട്ടാണ് ഈ സഹായധനത്തെ പലരും കാണുന്നത്. 5 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തത് തന്നെ എല്ലാ ചാനലുകളെയും സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു. അതോടൊപ്പം നടന്റെ പുതിയ റിലീസിംഗ് പടത്തിന്റെ നല്ലൊരു പ്രൊമോഷനും അതിലൂടെ നിർവഹിച്ചു. ആ ആഴ്ച ഇറങ്ങാനിരുന്ന ചിത്രത്തിന്റെ ഓൺലൈൻ പ്രൊമോഷന് വേണ്ടി മാറ്റിവെച്ച തുകയിൽ നിന്നാണ് 5 ലക്ഷം രൂപ സംഭാവന നൽകുന്നതെന്ന് നടൻ തന്നെ ചാനലിലൂടെ പരസ്യപ്പെടുത്തുകയുണ്ടായി. ഒരു കൈകൊണ്ട് ചെയ്യുന്ന സഹായം മറുകൈ അറിയരുത് എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഇത്തരം സഹായങ്ങൾ മീഡിയക്കാരും അതിലൂടെ നാട്ടുകാരും അറിഞ്ഞേ പറ്റുള്ളൂ എന്നത് ഇതുപോലുള്ള സെലിബ്രിറ്റികൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പണം എറിഞ്ഞു കിട്ടുന്ന പബ്ലിസിറ്റിയിൽ ഇമേജ് ഉണ്ടാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അന്നിറങ്ങിയ ഒരു സിനിമയ്ക്ക് ഓൺലൈൻ പ്രൊമോഷന് വേണ്ടി മാറ്റിവെച്ച പണമാണ് 5 ലക്ഷമെന്ന് നടൻ പരസ്യപ്പെടുത്തിയപ്പോൾ ചിലരിൽ ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. ചിത്രങ്ങളുടെ നിർമ്മാതാവോ വിതരണക്കാരനോ അല്ലേ പബ്ലിസിറ്റിക്ക് പണം മുടക്കേണ്ടത്? അതിൽ അഭിനയിച്ച നായക നടൻ എന്തിനു പണം ഇറക്കുന്നു? അപ്പോഴാണ് മലയാളത്തിൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നടൻ കൂടി നിർമ്മാണ പങ്കാളിയായ ഒരു ചിത്രമായിരുന്നു അതെന്ന് മനസ്സിലായത്. മാത്രമല്ല, മലയാള സിനിമയിലെ നായക സ്ഥാനത്ത് നിന്നും ഔട്ടായ നടനെ ഒരു കൈ കൊടുത്ത് സഹായിക്കാനാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു ഗസ്റ്റ് വേഷം പോലും ചെയ്യാൻ സമ്മതിച്ചത്. അത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷന് നന്നായി ഉപകാരപ്പെട്ടു എന്നും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മമ്മൂട്ടി കാണിച്ച വിശാല മനസ്കതയൊന്നും ഈ നടനില്ല എന്നാണ് സിനിമാ വൃത്തങ്ങളിലെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്. സിനിമയേക്കാൾ ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു മഹാനടൻ ആണെന്നാണ് സുഹൃത്തുക്കൾ സമർത്ഥിക്കുന്നത്. ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാണ് തന്റെ സഹപ്രവർത്തകരോടുള്ള നടന്റെ പൊതുവെയുള്ള നയം. വേദികളിൽ നിഷ്കളങ്ക ഭാവത്തോടെ ചിരിക്കുകയും പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മിമിക്രി കലാകാരനിൽ നിഗൂഢ ബുദ്ധിയുള്ള ഒരു മറുമുഖം കൂടി ഉണ്ടെന്ന് അടുത്ത സുഹൃത്തുക്കൾ തന്നെ സമർത്ഥിക്കുന്നു. നടൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് മിമിക്രി ആർട്ടിസ്റ്റായി കലാഭവനിൽ സഹകരിച്ച ആളായിരുന്നു. പ്രശസ്തരായ സിദ്ദിഖ് ലാൽ, രാംജിറാവ് സ്പീക്കിംഗ് എന്ന തങ്ങളുടെ പ്രഥമ സംരംഭത്തിൽ അഭിനയിപ്പിക്കാൻ ആദ്യം സമീപിച്ചത് തങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയായ ഈ നടനെയായിരുന്നു. അവരോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടോ എന്തോ കൃത്യമായൊരു ഡേറ്റ് കൊടുക്കാതെ ഏതാണ്ട് 1 വർഷത്തോളം ഇരുവരെയും പുറകെ നടത്തിപ്പിച്ചതായി നടനുമായി അടുത്തറിയുന്നവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മനം മടുത്ത് പകരക്കാരെ വെച്ച് പ്രഥമ ചിത്രം ഇരുവരും പിന്നീട് സൂപ്പർ ഹിറ്റാക്കി മാറ്റി. അപരൻ എന്ന ചിത്രത്തിലൂടെ പ്രതിഭാധനനായ പി പത്മരാജൻ പരിചയപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ശരാശരി അഭിനയം മാത്രമുള്ള ഈ നടൻ നായകരംഗത്ത് ശ്രദ്ധേയനാകുന്നത്. തുടർന്നും പത്മരാജൻ ചിത്രങ്ങൾ തന്നെയായിരുന്നു നായകനെ തുണച്ചതും. കമൽ, വിജി തമ്പി, പിന്നീട് സത്യൻ അന്തിക്കാട് പോലുള്ള സംവിധായകരുമായി സഹകരിച്ചെങ്കിലും നടനെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത് രാജസേനൻ എന്ന സംവിധായകനുമായുള്ള കൂട്ടുകെട്ടായിരുന്നു. തുടക്കഘട്ടത്തിൽ രാജസേനന് ഈ നടൻ നന്നായി ഉപകാരപ്പെട്ടിട്ടുണ്ട്. 1984 റിലീസായ പാവം ക്രൂരൻ എന്ന ഗ്ലാമർ ചിത്രത്തിന്റെ ഇമേജിൽ കുരുങ്ങി കുടുംബ പ്രേക്ഷകർക്കിടയിൽ എത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്ന് രാജസേനൻ. നീണ്ട കാത്തിരിപ്പിന് ശേഷം കടിഞ്ഞൂൽ കല്യാണം എന്ന സ്ക്രിപ്റ്റ് നൽകിയ സംവിധായകനെ സഹായിക്കാൻ രഘുനാഥ് പലേരി എന്ന തിരക്കഥാകൃത്ത് തയ്യാറായതാണ് കുടുംബ സംവിധായകൻ എന്ന രാജസേനന്റെ കരിയർ മാറ്റത്തിന് കാരണം. നവോദയയുടെ 1 മുതൽ 0 വരെ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നീ ചിത്രങ്ങളിലൂടെ രഘുനാഥ് പലേരി നല്ലൊരു ഇമേജിൽ നിൽക്കുന്നൊരു കാലമായിരുന്നു അത്. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് കിട്ടിയെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യനായ ഒരു നായക നടന്റെ ഡേറ്റ് കിട്ടിയാലേ രാജസേനന് തന്റെ ചുവടുമാറ്റം സാധ്യമാവുകയുള്ളൂ. ആദ്യം ചെന്നത് സിദ്ദിഖ് ലാൽ ചിത്രങ്ങളിലൂടെ തിരക്കേറിയ മുകേഷ് എന്ന നടന്റെ അടുത്തായിരുന്നു. പക്ഷേ പാവം ക്രൂരൻ എന്ന ചിത്രം ചെയ്ത രാജസേനന് ഡേറ്റ് കൊടുക്കാൻ അന്ന് മുകേഷ് തയ്യാറായില്ല.
അങ്ങനെയാണ് അടുത്ത ചോയ്സിനായി രാജസേനൻ ജയറാമിനെ കാണാനെത്തുന്നത്. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് ആയതിനാൽ കഥയും കഥാപാത്രവും കേട്ട് പെട്ടെന്ന് തന്നെ ജയറാം സമ്മതം മൂളുകയാണ്. അതായിരുന്നു അവർ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ തുടക്കം. ഉർവശി നായിക വേഷം ചെയ്ത കടിഞ്ഞൂൽ കല്യാണം അന്ന് ശ്രദ്ധേയമായൊരു ചിത്രമായിരുന്നു. പിന്നെ അയലത്തെ അദ്ദേഹം എന്ന ചിത്രത്തിലും ജയറാം തന്നെയായിരുന്നു നായകൻ. നായിക ഗൗതമി എന്ന തമിഴ് താരം. ചിത്രം വിജയിച്ചെങ്കിലും അടുത്ത പ്രോജക്റ്റിനു വേണ്ടി രാജസേനൻ കാത്തിരിപ്പ് തുടർന്നു. പ്രതീക്ഷിച്ചത്ര താരപദവി കൈവരിക്കാൻ അന്ന് ജയറാമിനും സാധിച്ചിരുന്നില്ല. ആ സമയത്തായിരുന്നു പാർവതിയുമായി പ്രണയത്തിലാകുന്നതും. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് ജയറാമിനെ കല്യാണം കഴിക്കാൻ പാർവതി മുൻകൈയെടുത്തത് ജയറാമിന് ഒരു ആശ്വാസമായിരുന്നു. വിവാഹശേഷം പാർവതി അഭിനയം ഉപേക്ഷിച്ചു. എറണാകുളത്ത് ഒരു വാടക വീടെടുത്ത് ഇരുവരും ജീവിതം തുടങ്ങി. തുടർച്ചയായുള്ള പരാജയങ്ങൾ ജയറാമിനെ നന്നായി ബാധിച്ചു. ആ സമയത്തായിരുന്നു പാലാ സ്വദേശിയും ഇപ്പോഴത്തെ MLA-യുമായ മാണി സി കാപ്പൻ OK പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത്. അന്ന് അറിയപ്പെടുന്ന അബ്കാരിയായിരുന്ന മാണി സി കാപ്പൻ വിജി തമ്പിയെ വെച്ച് ജനം, രാജസേനനെ വെച്ച് മേലെപ്പറമ്പിൽ ആൺവീട് എന്നീ 2 ചിത്രങ്ങൾ അനൗൺസ് ചെയ്തു. ഗാനരചയിതാവായ ഗിരീഷ് പുത്തഞ്ചേരിയുടേതായിരുന്നു മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിന്റെ കഥ. തന്നെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യനാക്കിയ രഘുനാഥ് പലേരിയെ കൊണ്ട് തിരക്കഥ എഴുതിക്കാൻ സംവിധായകൻ തീരുമാനിച്ചു. കഥ കേട്ടതും അന്നത്തെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെ കൊണ്ട് നായകവേഷം ചെയ്യിക്കണം എന്നായിരുന്നു മാണി സി കാപ്പന്റെ തീരുമാനം. അതിന് എത്ര പണം മുടക്കാനും അദ്ദേഹം ഒരുക്കവുമായിരുന്നു. പക്ഷേ പഴയ ഉപകാര സ്മരണയിൽ ജയറാമിനെ നായകനാക്കാൻ രാജസേനൻ മാണി സി കാപ്പനോട് ആവശ്യപ്പെടുകയാണ്. അന്ന് ജയറാം ചിത്രങ്ങൾ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. മോഹൻലാലിന്റെ സ്ഥാനത്ത് ജയറാമിനെ ഉൾക്കൊള്ളാൻ ആദ്യ നിർമ്മാതാവ് തയ്യാറായിരുന്നില്ലെങ്കിലും സംവിധായകന്റെ നിരന്തരമായുള്ള റിക്വസ്റ്റ് കാരണം ഒടുവിൽ സമ്മതിക്കേണ്ടതായി വരികയാണ്. പക്ഷേ നായിക വേഷം ശോഭനയെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നായിരുന്നു കണ്ടീഷൻ. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രം സൂപ്പർ ഹിറ്റായതോടെ പരാജയ നായകൻ എന്ന ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ ജയറാമിന് സാധിച്ചു. എറണാകുളത്ത് വെച്ച് നടന്ന മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിന്റെ ആഘോഷവേളയിൽ പുതുമുഖങ്ങളായ ഇരട്ട സംവിധായകരെ വെച്ച് ജയറാമിനെ നായകനാക്കി കുസൃതിക്കാറ്റ് എന്ന ചിത്രം ആ വേദിയിൽ വെച്ച് തന്നെ നിർമ്മാതാവ് അനൗൺസ് ചെയ്തു. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിന്റെ വിജയത്തെ തുടർന്ന് നിരവധി ഓഫറുകൾ നടനെ തേടി വന്നു. പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നടൻ പ്രതിഫലം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. മേലെപ്പറമ്പിൽ ആൺവീടിന്റെ കൺട്രോളറായ വൈക്കം സ്വദേശിയായിരുന്നു കമ്മീഷൻ വ്യവസ്ഥയിൽ നടന്റെ പ്രതിഫലം ഉയർത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ജയറാം രാജസേനൻ കൂട്ടുകെട്ട് മലയാളത്തിലെ ഭാഗ്യ ജോഡികളായി. CID ഉണ്ണികൃഷ്ണൻ, അനിയമ്പാവ ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ, അങ്ങനെ 15ഓളം ചിത്രങ്ങളിൽ ഇരുവരും സഹകരിച്ചു. ജയറാം ചിത്രങ്ങൾ തുടർച്ചയായി ചെയ്തപ്പോൾ തീർത്തും പുതുമുഖങ്ങളെ വെച്ച് ചിത്രം ചെയ്യാൻ രാജസേനൻ പദ്ധതിയിട്ടു. അങ്ങനെയാണ് അന്ന് പുതുമുഖ നടനായിരുന്ന പൃഥ്വിരാജിനെ വെച്ച് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി എന്ന ചിത്രം പ്ലാൻ ചെയ്യുന്നതും. ഗായത്രി രഘുറാം എന്ന തമിഴ് നടിക്ക് പുറമെ കോട്ടയം സ്വദേശിയായ അഞ്ജലി കൃഷ്ണ എന്ന കലാതിലകവും പ്രസ്തുത ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ഖാദർ ഹസനായിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. പുതുമുഖ നടൻ എന്ന നിലയിൽ പൃഥ്വിരാജ് രഞ്ജിത്തിന്റെ നന്ദനം എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായകവേഷം ചെയ്തതെങ്കിലും തിയേറ്ററിൽ എത്തിയത് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ എന്ന ചിത്രമായിരുന്നു. പക്ഷേ ചിത്രം പ്രതീക്ഷിച്ചത്ര വിജയിച്ചില്ല. അത് കഴിഞ്ഞുള്ള ജയറാം ചിത്രത്തിന് ഈ പരാജയം സാരമായി ബാധിച്ചു. നിർമ്മാതാവായ ഖാദർ ഹസനെ കൊണ്ട് പണം ഇറക്കിപ്പിച്ച് രാജസേനനെ തന്നെ നിർമ്മാണ പങ്കാളിത്തത്തിൽ പ്ലാൻ ചെയ്തായിരുന്നു പ്രസ്തുത ജയറാം ചിത്രം. ജയറാമിന്റെ അന്നത്തെ വാല്യൂ വെച്ച് കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു തരം വിദ്യയായിരുന്നു രാജസേനൻ പ്രയോഗിച്ചത്. ജയറാമിന്റെ പേരിൽ ദുബായ് ബിസിനസ്സുകാരനായ രാജഗോപാലിൽ നിന്നും സാറ്റലൈറ്റിന്റെ പേരിൽ രാജസേനൻ അഡ്വാൻസ് കൈപ്പറ്റി. നിർമ്മാതാവ് എന്ന നിലയിൽ അതിൽ നിന്നും നല്ലൊരു തുക ജയറാമിന് അഡ്വാൻസായി നൽകുകയും ചെയ്തു. പക്ഷേ ഡേറ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ ജയറാമിന്റെ മട്ടുമാറി. ഒരു തരം ഉഴപ്പൽ. തന്റെ നായിക ആരാണ് എന്നായിരുന്നു ജയറാമിന്റെ ചോദ്യം. ഇതുവരെയില്ലാത്ത ശീലമാണെങ്കിലും നായിക നക്ഷത്രക്കണ്ണുള്ള രാജകുമാരിയിൽ അഭിനയിച്ച അഞ്ജലി കൃഷ്ണയാണെന്ന് രാജസേനൻ വ്യക്തമാക്കി. അത് നേരത്തെ അറിഞ്ഞു തന്നെയായിരുന്നു ജയറാം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും. താരമൂല്യമുള്ള ഒരു നടിയോടൊപ്പമല്ലാതെ പരാജയ ചിത്രത്തിലെ പുതുമുഖ നടിയോടൊപ്പം നായകവേഷം ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് ജയറാം തുറന്നടിച്ചു പറഞ്ഞു. നക്ഷത്രക്കണ്ണുള്ള രാജകുമാരന്റെ സെറ്റിൽ വെച്ച് തന്നെ തന്റെ അടുത്ത ജയറാം ചിത്രത്തിലെ നായിക താനാണെന്ന് സംവിധായകൻ ആ കോട്ടയംകാരിക്ക് വാക്കുകൊടുത്തിരുന്നു.
നല്ലൊരു നായികയെ മാറ്റി ചിന്തിച്ചുകൂടെ എന്ന് നിർമ്മാതാവായ ഖാദർ ഹസനും പ്രസ്തുത ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് പല കുറി സംവിധായകനോട് ചോദിച്ചിരുന്നു. കോട്ടയംകാരിക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റുള്ളൂ എന്ന ശാഠ്യത്തിലായിരുന്നു അപ്പോഴും സംവിധായകൻ. അഞ്ജലി കൃഷ്ണ എന്ന പുതുമുഖ നടിയെ മാറ്റിയാലേ അഭിനയിക്കുള്ളൂ എന്ന് ജയറാം ശക്തമായ നിലപാടെടുത്തു. മാറ്റാൻ പറ്റില്ലെന്ന സംവിധായകനും. കൂട്ടുകെട്ട് പിരിയാൻ ഒരു കാരണം കാത്തിരുന്നതുപോലെയായിരുന്നു ജയറാമിന്റെ നീക്കങ്ങൾ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ നിന്നും പാർവതി രാജസേനന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ജയറാമിന് രാജസേനൻ കൊടുത്ത അഡ്വാൻസ് തുക DD ആയി കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. ജയറാമിന്റെ ആ നീക്കം രാജസേനൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല. പേപ്പർ ജോലികൾ ആരംഭിച്ച ജയറാം ചിത്രം അതോടെ രാജസേനന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നീട് സിനിമയിൽ ഒന്നുമാകാതെ പോയ ഒരു പുതുമുഖ നടിക്ക് വേണ്ടിയായിരുന്നു ഭാഗ്യജോഡികളായ നടനും സംവിധായകനും വേർപിരിഞ്ഞത്. നടന്റെയും സംവിധായകന്റെയും ആ പിണക്കം അധികകാലം നീണ്ടുനിന്നില്ല. 2006 മധുചന്ദ്രലേഖ, കനകസിംഹാസനം എന്നീ 2 ചിത്രങ്ങളിലൂടെ വീണ്ടും ആ ഭാഗ്യജോഡികൾ ഒന്നിച്ചു. പക്ഷേ ഇത്തവണ നിർഭാഗ്യ ജോഡികളായി 2 ചിത്രങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു. തുടർന്നും രാജസേനൻ നടനെ സമീപിച്ചെങ്കിലും സഹകരിക്കാൻ ജയറാം ഒട്ടും തയ്യാറായില്ല. നടനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംവിധായകൻ മാധ്യമങ്ങളിൽ പ്രസ്താവനകളിറക്കി. ആ പഴയ ലക്കി ജോഡികളുടെ ശീതയുദ്ധം വാക്കുപോരുകളാൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാമചേഷ്ടകളോടെ അല്പവസ്ത്രധാരിയായി ജോഡിയായ പുരുഷ മോഡലിനൊപ്പം ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ചൂടൻ രംഗങ്ങൾ അക്കാലത്ത് പെട്ടെന്ന് വൈറലായി. മുംബൈയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലെത്തിയ ജിബുവിനും ഉണ്ടായിരുന്നു ചില ഞരമ്പ് രോഗികളുടെ ശല്യങ്ങൾ. പ്രസവം ലൈവായി കണ്ട ആളായതുകൊണ്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ. യൂണിറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ച് പപ്പുവുമായുള്ള രതിക്രീഡ രംഗങ്ങൾ ഒട്ടും പതറാതെ ശ്വേത തന്നെ മുൻകൈയെടുത്ത് വളരെ തന്മയത്വത്തോടെ ചെയ്തു തീർത്തു. കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.